എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഒരു കിടുക്കാച്ചി ഐറ്റം തന്നെയാണ് കേട്ടോ. പത്തിരിയുടെ കൂടെയും ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു ഐറ്റംസാണ്. നമുക്ക് റെസ്റ്റോറൻറ്റിൽ നിന്നും കഴിക്കേണ്ട ആവശ്യമില്ല, നമ്മൾക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. അപ്പം നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് കടായി ചിക്കനാണ് കേട്ടോ. അപ്പം നമ്മൾക്ക് വളരെ ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് ഇവിടെ കടായി ചിക്കൻ മസാല തയ്യാറാക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു 5-6 വറ്റൽ മുളകും, അതുപോലെ 1 ടീസ്പൂൺ ഉലുവയും, 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും, 1 ടീസ്പൂൺ ചെറിയ ജീരകവും, അതുപോലെ തന്നെ വേണമെങ്കിൽ 2 ടീസ്പൂൺ വേണമെങ്കിൽ എടുക്കാം, 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും. പച്ചമല്ലിയാണ് വേണ്ടത്. നമ്മളിവിടെ പച്ചമല്ലി ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മല്ലിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. അതിന് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ചെറുതായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വറുത്തെടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. നമ്മളിവിടെ നൈസായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ആവശ്യമായിട്ടുള്ളത് 4 മീഡിയം വലുപ്പത്തിലുള്ള സവാളയും, അതുപോലെ തന്നെ ഒരു 10 ചെറിയ ഉള്ളിയും, 2 തുടം വെളുത്തുള്ളിയും, അതുപോലെ തന്നെ 4-5 പച്ചമുളകും, അത്യാവശ്യം വലുപ്പത്തിലുള്ള ഇഞ്ചി കഷ്ണങ്ങളുമാണ് വേണ്ടത്. നമ്മൾക്ക് വേണ്ടത് നന്നായി പഴുത്തിട്ടുള്ള 3 തക്കാളിയാണ് കേട്ടോ. അത് നമ്മൾക്ക് നന്നായിട്ട് തൊലി കളഞ്ഞെടുക്കണം. അതിന് വേണ്ടിയിട്ട് തക്കാളി പുഴുങ്ങിയെടുക്കാം. എന്നിട്ട് നമ്മൾക്ക് ഇതുപോലെ തക്കാളിയുടെ തൊലിയൊന്ന് മാറ്റിക്കളയാം. നന്നായിട്ട് തന്നെ നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുക്കണം. ഇതുപോലെ വെള്ളമൊന്നും ചേർക്കാതെ നമുക്ക് അരച്ചെടുക്കാം. നമ്മൾക്ക് വേണ്ടത് ഒരു മിക്സിയും ബൗളെടുക്കാം. നമ്മൾക്ക് ചിക്കൻ തേച്ച് പിടിപ്പിക്കാനായിട്ടാണ് നമ്മളിതിലേക്ക് മസാല തയ്യാറാക്കിയെടുക്കുന്നത്. 1 ടീസ്പൂൺ മുളക് പൊടിയും, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, അതുപോലെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള 3/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള കടായി ചിക്കൻ മസാല കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾക്ക് വേണ്ടത് 1 ടീസ്പൂൺ നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി പേസ്റ്റും, അതുപോലെ തന്നെ വെളുത്തുള്ളി പേസ്റ്റുമാണ് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. നമുക്ക് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കണം. കൈ വെച്ചിട്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾക്ക് നല്ല എരിവുള്ള മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ ഒരു 1.5 ടീസ്പൂൺ വരെ നമ്മൾക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ എരിവ് കുറവാണ് വേണ്ടതെങ്കിൽ കശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പം നമ്മളുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ നമ്മൾക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ നല്ല കളറിൽ തന്നെ വെള്ളമൊന്നും ചേർക്കാതെ തന്നെ ഇതുപോലെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കണം. എന്നിട്ട് നമുക്കൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഇവിടെ ഞാനിതുപോലെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അത്യാവശ്യം അതിൽ മുങ്ങത്തക്ക രീതിയിലുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് 10 മിനിറ്റ് ആയിട്ടുണ്ട്. ആ റെസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മളുടെ ചിക്കനതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. റെസ്റ്റ് ചെയ്യാൻ വെക്കണമെന്നുണ്ടെങ്കിൽ 30 മിനിറ്റ് വരെ ആകാം. ഇതിലേറെ റെസ്റ്റ് ചെയ്യാൻ വെക്കരുത്. അപ്പോൾ ഒരു കൈപ്പിരിസ് ഉണ്ടാവും കേട്ടോ. എന്നിട്ട് ഉലുവാപ്പൊടി ഇതൊക്കെ ചേർക്കുന്നതല്ലേ. അതുപോലെ റെസ്റ്റ് ചെയ്യുമ്പോൾ ഫ്രിഡ്ജിലോട്ടും വെക്കരുത് കേട്ടോ. നമ്മൾ പുറത്ത് വെച്ചാൽ മാത്രം മതി. ഇപ്പം നമ്മളുടെ ആ ഒരു ചിക്കന് ഏകദേശം ഹാഫ് വേവിലായിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ടൊന്ന് വേവിച്ചെടുക്കണം. പടങ്ങ് വെന്ത് പോകണ്ട കേട്ടോ. ഒരു ഹാഫ് വേവിൽ നമ്മൾക്ക് വേവിച്ചെടുത്താൽ മാത്രം മതി. നമ്മൾ ഇവിടെ ആദ്യം ഇട്ടിട്ടുള്ള ചിക്കന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് രണ്ടാമതായിട്ട് കുറച്ചും കൂടി ഇട്ട് കൊടുക്കാനുണ്ട്. അങ്ങനെ നമ്മൾ മൊരിച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് മൊരിച്ചെടുക്കേണ്ട ഒരു ഹാഫ് വേവിലാണ് നമ്മൾ വേവിച്ചെടുത്തിട്ടുള്ളത്. നമുക്ക് ചുവന്ന കളറിലാണ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഒരു ഫുഡ് കളർ ഒരു 1/2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മളുടെ ചിക്കനെല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്ക് കോരി മാറ്റിയെടുക്കാം. ഇനി നമ്മൾക്ക് വേണ്ടത് നമ്മൾ കടായി ചിക്കനിലേക്കുള്ള ഫില്ലിംഗ് എല്ലാം തയ്യാറാക്കിയെടുക്കണം. അപ്പം ഞാനിവിടെ എടുത്തത് ഈ ഒരു പാത്രത്തിൽ തന്നെയാണ്. ഈ ഒരു പാത്രത്തിൽ തന്നെ നമ്മൾ ആ ഒരു എണ്ണയിൽ തന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾക്ക് നന്നായിട്ട് ലോ ഫ്ലെയിമിലിട്ട് തന്നെ നമ്മൾക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഇതിൽ മഞ്ഞൾപ്പൊടിയൊന്നും ചേർത്തിട്ടില്ല കേട്ടോ. ആ ഒരു എണ്ണയിൽ തന്നെ വറുത്തെടുക്കുന്നത് കൊണ്ടാണ് ഈ ഒരു മഞ്ഞ കളർ നമുക്ക് കാണുന്നത്. ഇനി ഇത് എളുപ്പത്തിൽ വെന്ത് കിട്ടാനായിട്ട് നമ്മൾക്ക് ഇതിലേക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ വരെ നമ്മൾക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കൊടുക്കാം. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ ഇട്ടേക്കാം. ഇനി നമ്മൾക്ക് വേണ്ടത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾക്കൊന്ന് ഒരു 2 മിനിറ്റ് വരെ മൂടി വെച്ച് വേവിക്കണം. 3 മിനിറ്റ് വഴന്നതിന് ശേഷം നമ്മൾക്ക് ചെറിയ ഉള്ളി ചതച്ചെടുത്തത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
ഒരു 10 ചെറിയുള്ളി ഉണ്ടായിരുന്നു, നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഈ അരപ്പ് നമുക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മൾക്കിനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയുടെ പേസ്റ്റും കൂടി ചേർത്തെടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി ഇതൊന്ന് നന്നായി വഴന്നതിന് ശേഷം 2 ടീസ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയും, ഇനി പാകത്തിന് ഉപ്പും കൂടി ചേർത്ത്, ഉപ്പില്ല എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. ഞാൻ ഇതിലേക്ക് ഒരു ഫുഡ് കളർ ഒരു 1/2 ടീസ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നാൽ നല്ലൊരു കളറുണ്ടാവും. ഒരു ചുവന്ന കളറിന് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മളിത് ചേർത്ത് കൊടുക്കുന്നത്. ഇതിലേക്ക് വേണ്ടത് നമ്മൾ നന്നായിട്ട് അരച്ച് വെച്ചിട്ടുള്ള തക്കാളി കൂടി ചേർത്ത് കൊടുക്കണം. അത് നമ്മൾ അതുപോലെ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കരുത്, ഇതുപോലെ അരപ്പായിട്ട് തന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിൻ്റെ പച്ചമണക്കൊന്ന് മാറിയിട്ട് ഇതിൻ്റെ കറി ഒന്ന് കുറുകി വരുന്ന സമയത്ത് നമ്മൾ മൊരിച്ചെടുത്തിട്ടുള്ള ചിക്കനും കൂടെ നമ്മൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം ഞാനിവിടെ 1/2 വേവിൽ വെന്തിട്ടുള്ള ആ ഒരു ചിക്കൻ എല്ലാം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി വേണ്ടത് ഇത് നന്നായിട്ടൊന്ന് തിളക്കി വരിക എന്നുള്ളതാണ്. നന്നായിട്ടൊന്ന് തെളിച്ചതിന് ശേഷം ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കണം. കൂടുതൽ നേരം ഒന്നും വേവിച്ചെടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പം നമ്മളുടെ കടായി ചിക്കൻ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾക്ക് ഇത് നല്ലൊരു അടിപൊളിയായിട്ട് തന്നെയാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ, നല്ലൊരു മണക്കി വരുന്നുണ്ട്. നമുക്ക് പത്തിരിൻ്റെ കൂടെയും ചപ്പാത്തിൻ്റെ കൂടെ അതുപോലെ തന്നെ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയൊക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കി എടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ തന്നെ ബെല്ലൈക്കനെ കൂടി ഒന്ന് അമർത്തിയേക്കണേ. അതുപോലെ തന്നെ ലൈക്ക് ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. ഫ്രണ്ട്സിനും ഫാമിലിക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ കേട്ടോ. അപ്പം നമ്മൾക്ക് വ്യത്യസ്ത വീഡിയോയുമായി വീണ്ടും കാണാം.